Hello guys, welcome back to Twin Starsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ട്വിൻ സ്റ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം അത് നമ്മൾ ഡിസംബർ 2024 ഡിസംബർ എന്നൊരു മാസം എൻ്റെ ലൈഫിൽ ഇതുപോലെ ലാഗ് ആക്കിയിട്ടില്ല. നമ്മൾക്ക് ഭയങ്കര മടിയുള്ളൊക്കെ ഒരു ദിവസമായിരുന്നു വീഡിയോസൊക്കെ ഇടാനായിട്ട്. വിചാരിച്ചിട്ടുണ്ടായിരുന്നു 2024 നമ്മൾ എത്രയും ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റുമോ അത്രയും ആക്റ്റീവായിട്ട് തന്നെ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പം കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു മാസം 1.5 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു ഈവനിങ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗ് എടുക്കുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ ഡേ മൈ ലൈഫ്, മോർണിംഗ് റൂട്ടീൻ, ഈവനിങ് റൂട്ടീൻ, നൈറ്റ് റൂട്ടീൻ അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ പേര് നമ്മൾ അതിനൊക്കെ വിമർശിക്കുമെങ്കിലും നിങ്ങൾക്ക് കണ്ടൻറ്റിൽ ഇത് തന്നെയാണോ എന്ന് പറയുമെങ്കിലും ഒരുപാട് പേർക്ക്, അതായത് നമ്മുടെ വീഡിയോസിലെ ഭൂരിഭാഗം ആൾക്കാർക്കും അതാണ് ഇഷ്ടം, അത് കാണാനാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ വ്യൂസ് ആയാലും കൂടുതലും അതിനായിരിക്കും നമുക്ക് വ്യൂസ് കിട്ടുന്നത്. വെച്ചാൽ ആൾക്കാർക്ക് അതൊക്കെ കാണാനാണ് ഇഷ്ടം. പിന്നെ കുറേ പേര് പറയും ഇങ്ങനെ ചെയ്യാൻ പറയും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ നാളായിട്ടുണ്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇന്നൊരു ഈവനിങ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ ഇപ്പോൾ നമ്മുടെ പിള്ളേർ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ ഇവരെ കണ്ട് പേടിക്കരുത്. കാശിക്കുട്ടാ, ആദ്യം ഞാൻ കാശീനെ കാണിക്കാം. ഹായ്, നീ എവിടെയായിരുന്നു? നീ കാശി, ഇതെന്താ നിന്റെ മോന്ത കാണണേ? നിന്റെ കയ്യൊന്ന് നോക്കട്ടെ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഇതെന്താ ഇവരിങ്ങനെ പിള്ളേരെ നോക്കണത്. പക്ഷെ നമുക്ക് കമൻസ് വരാൻ ഉള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ പുറത്തിറക്കും. അതായത് ഒരു കുട്ടിയാണെങ്കിലും നമുക്ക് കുറേ നേരം വീട്ടിൽ പിടിച്ചു വയ്ക്കാം. 2 കുട്ടിയാണെങ്കിൽ നമ്മൾ എന്തോരം വെച്ചിട്ട് ഇവരെ ഹാളിൽ തന്നെ വാതിലടച്ചിട്ട് ഇരുത്തണത്. നമ്മളപ്പോൾ ഇവരെ ഒരു 4 മണിയൊക്കെ ആവണ സമയത്ത് നമ്മളിവരെ പുറത്തിറക്കിയിട്ട് ഒരു 6 മണി വരെ ഇവർ മണ്ണിലാണ് കളിക്കുക. മണ്ണിലും വെള്ളത്തിലും ചെളിയിലും ഒക്കെയാണ് ഇരുന്ന് കളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാറുവിനായിരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര രോഗങ്ങളൊക്കെ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറേ ഇമ്മ്യൂണിറ്റി ഉണ്ടായത് ഇതുകൊണ്ടൊക്കെയാണ്. ഇവർക്ക് കുറേ ഇമ്മ്യൂണിറ്റി ഒക്കെ ഇപ്പം ഉണ്ടായിട്ടുള്ള അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മണ്ണിലും ചെളിയിലും ഒക്കെ വളരണം. അതായത് അങ്ങനെ പിടിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരങ്ങോട്ട് ലാവിഷാക്കിയിട്ട് വിടാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അവർ ഫുൾ ടൈം പുറത്ത് ഇവർ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചിറങ്ങും. പിന്നെ ഒരു 6 മണി വിളക്കാട്ടുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴും നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ തേച്ചരച്ച് കുളിപ്പിച്ച് അകത്ത് കയറ്റും. ഹായ് ഹായ് ഹലോ പറഞ്ഞേ. ഹലോ കാശിക്കുട്ട, ഇതെന്താ പാറൂസേ? എന്താടാ? ഹേയ് അയ്യോ, എന്ത് പറ്റി കാശി? അതിനുണ്ട് ഇവന്റെ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കാന്ന്. എന്ത് പറ്റിയടാ? പഴുത്ത് ഒച്ചോക്കെ എന്താണ് ഈ കാണുന്ന പിള്ളേരെ? മക്കളെ ഇത് ഡ്യൂട്ടിയിലാണോ? ഇത് കീത്ര ലീവുള്ള ദിവസാ. കീത്തപ്പോൾ ഡ്രസ്സ് മടക്കി വെക്കേണ്ട തിരക്കിലാണ് കേട്ടോ. ആൾക്ക് അത്തിരി അധികം വയറുവേദന ഒക്കെ എടുത്തിരിക്കുകയാണ്. അല്ലുട്ടാ, അല്ലൂസേ, കാശിക്കുട്ട, എന്താ ചെയ്യണേ? കാശി, അല്ലു, കാശി, പാറു, എന്തത്? എന്താണ് കാശിക്കുട്ട? പാറൂസ് എന്തൊക്കെയാ കാണിക്കുന്നത്? പാറുമോളെ എന്താണ്? എന്താ മിണ്ടാത്തത്? അമ്മനോട് എന്താ മിണ്ടാത്തത്? പറ. എന്താ പിണക്കം? സുന്ദരി പറ. എന്താ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തരാത്തനാണോ? ഫ്രിഡ്ജിൽ നിന്ന് മിഠായി തിന്നണ്ട പൊന്നോ. ഗ്ലാസ് അവിടെ ഇരുന്നോട്ടെ. ചാച്ചന് അപ്പൊ നമ്മൾ എടുത്തരാട്ടാ. എടുത്തരാം. ഇത് നമ്മുടെ പോത്തുകുട്ടികളൊക്കെ
ഇവിടത്തെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ കേട്ടോ. അല്ലു അയിനു എന്താണ് അയ്യേ അയിനുസേ നോക്കട്ടെ മോന്താ നല്ല ഭംഗിണ്ട്. അല്ലുസേ അല്ലുന്റെ പേരെന്താ? അല്ലൂസിന്റെ പേരെന്താ? അയിനുന്റെ പേരെന്താ? അയിനുട്ടാ നിന്നെ കുത്തണ്ടവൻ. കാശുക്കുട്ട ഉമ്പ പാപ്പം തിന്നുണ്ടാ? എവിടെ? ഇപ്പോൾ അച്ഛനമ്മയും കൂടെ ഇവിടേക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ. അതായത് നമ്മുടെ ഇവിടെ നമുക്ക് കാണുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇവിടെ കുറേ ചെടികളും കുറേ പുല്ലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടേക്ക് കുറേ മാറ്റി. എന്ത് പറ്റിയ ചേച്ചാ? ഇവന്മാരെ പുറത്ത് വെച്ചിട്ട് നമുക്ക് പുറത്തെ പണി ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ വരികൊണ്ടിരിക്കും. പിന്നെ ഈ കളിയുടെ ഇടയിൽ തന്നെ തല്ല് ബഹളമായിരിക്കും. ഒരു സാധനം ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ടാക്കും അത് വേണ്ടി വരും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു വലിയ തല്ല് നടക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളൂ ഗൈസ്. നിന്റെ റെഡ് കപ്പ് അവിടെ കിടക്കണ്. വെള്ളം വെച്ചിട്ടുണ്ടാ? അച്ഛനൊരു കലം വെള്ളം കൂടെ വെക്കണം അച്ഛന്. പിടിച്ചോട്ടെ നീ ഇത് പിടിക്കും. ബേബിക്ക് തന്നിട്ട് ബേബി എന്തിനു കളയണ്? എല്ലാവരും അപ്പോൾ അതേ കളിച്ച് തിമിർത്ത് തളർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി കുളിപ്പിക്കാൻ എടുക്കണം. നല്ല കളിയിലാണ്ട്. ഇപ്പോൾ വിളക്കൊക്കെ ഉണ്ട്, നേരിട്ടുണ്ട്. പക്ഷെ വിളക്ക് വയ്ക്കാൻ പറ്റില്ല, കീത്തു പീരീഡ്സ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഞങ്ങൾ പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വിളക്കാട്ടാറില്ല കേട്ടോ. അപ്പോൾ ചിലയിടത്ത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഫ്രണ്ടിക്ക് വരാണ്ട് നിന്നാൽ മതി. പക്ഷെ നമുക്ക് അങ്ങനെ ഫ്രണ്ടിക്ക് വരാണ്ടൊക്കെയുള്ള നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളക്ക് കാട്ടാറില്ല. അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേനും കുളിപ്പിച്ച് കയറ്റാൻ പോകണം കേട്ടോ. അപ്പോൾ എന്നും കീത്തുമാണ് കുളിപ്പിക്കൽ. അവരെ തുടച്ച് മിനിക്ക് ഡ്രസ്സ് ഇടിക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. പക്ഷെ ഇന്നവൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാനാണ് കുളിപ്പിക്കാൻ പോണത്. അപ്പോൾ ഓരോരുത്തരായിട്ട് കുളിപ്പിക്കേണ്ട പരിപാടിക്ക് നടത്തട്ടെ കേട്ടോ. ഒരേശ് എടുക്കണം. അതായത് ഒരാൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 2 പേര് വരും. 3 ആളെയും കൂടെ ഒരു സ്പോട്ടിൽ കൊണ്ട് കുളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു ടാസ്ക്കാണത്. കാശി ഇപ്പം കാശി ഇവിടെ മാറിയിട്ടുണ്ട്. കാശിനെ അതേ കുളിപ്പിക്കുക. കാശിക്കുട്ട കുളിക്കാൻ വരുന്നുണ്ടാ? വാ നോന്നല്ല വാ ഇങ്ങോട്ട് വാടാ അവിടെ കുളിക്ക്.
മേമ അവിടെ കുളിക്കാൻ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നോ അല്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് മോട്ടർ എടാ വെള്ളം ഇടിഞ്ഞ് വെള്ളം ചൂടായ ചായ കുടിക്കട്ടെ ചേച്ചി. ഒരാളെ കുളിപ്പിച്ച് കയറ്റി, അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലു വന്നു, അതിൻ്റെ പിന്നാലെ അയിന് വന്നു. ഓരോരുത്തരാണെങ്കിൽ ഓക്കെ ആയിട്ട് കുളിപ്പിക്കുക, അങ്ങ് സ്റ്റൂൾ ഇട്ടിട്ടാട്ടോ കുളിപ്പിക്കുക. 3 ആളെയും കുളിപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ തണ്ടലൊടിയും ഗൈസ്. അതുകൊണ്ട് ഒരു സ്റ്റൂൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മൈനൂസും വന്നു. അതിൻ്റെ ഇടയിൽ നല്ല തല്ലാണ് കേട്ടോ നടക്കണത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, കുളിപ്പിച്ച് കയറ്റി വേഗം. പനം കൽക്കണ്ട ദോശ തരും, ദോശ കഴിക്കുക. പനം കണ്ട ആ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിലേ വിശപ്പ് മാറില്ല. അപ്പൊ ദോശ കഴിക്കുക കേട്ടാ. കേൾക്കുന്നുണ്ടാ? രാവിലത്തെ ദോശമാവുള്ളതുകൊണ്ട് ഇപ്പൊ ദോശ കൊടുക്കാം. തിന്നുവെങ്കിൽ തിന്നൂന്ന് പറയാം. അതെ, ചില മൂടനുസരിച്ചിരിക്കും. ചിലപ്പോൾ തിന്നില്ല, ചിലപ്പോൾ കഴിക്കും. പാറു വന്ന സമയത്ത് ഷെയ്ക്ക് അടിച്ചപ്പോൾ അത് ഇത്തിരി കാശ് കുടിച്ചു. അല്ലുവിനെ അതിന് പിന്നെ ഷെയ്ക്കിനോട് ഭയങ്കര വിരോധം. അവർ കഴിച്ചില്ല കേട്ടോ, അതിന് കുടിച്ചില്ല. അല്ലു കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പം അതേ അവരെ മേലൊഴിക്കട്ടെ. അപ്പം ഞാൻ ഒരുക്കിയിട്ട് തരാം കേട്ടോ. താക്കോലെടുത്തിട്ടുള്ള കല്യാണം. അല്ലോ അല്ലോ അയിനോ വല്യമ്മനോട് പറ. വല്യമ്മ അഞ്ചുവാ നമ്മ ഗ്ലാസ് എത്ര ബുദ്ധിയില്ല വല്യമ്മക്ക്. വല്യമ്മ എന്താ ചെയ്യണേ? നമ്മള് അതിന്റെ പൊന്നെ കുളിപ്പിക്കലും കഴിഞ്ഞ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. കുണ്ടി ഒന്ന് മാറ്റിയാൽ ക്യാമറയിലൊക്കെ കാണും. അപ്പൊ ഇന്നത് വിശപ്പുണ്ട്. പിന്നെ ദോശ അങ്ങനെ ഇപ്പൊ കുറെ നാളായി ദോശ കഴിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അതല്ല, ഒരാള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദോശ കഴിക്കാനായിട്ട്. ചോദിച്ചു മേടിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള പ്രതിഭാസമാണ്. ഇന്ന് കാലത്ത് ദോശ കൊടുത്തിട്ട് കഴിച്ചില്ല. ഇത് പിന്നെ ഇവിടെ സ്വാഭാവികമല്ല, അത് അസ്വാഭാവികമല്ല, സ്വാഭാവികമായിട്ടുള്ളത് കാര്യമാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിന് 4 വർഷത്തെ പഴക്കുണ്ട്. അതായത് പാറൂസിന്റെ 1 വയസ്സാവണേക്കാൾ മുമ്പ് നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ വിൽക്കൂലേ, എന്താ പറയാ, 50 രൂപ ഒരു ടീഷർട്ടിന്, 100 രൂപയ്ക്ക് 2 ടീഷർട്ട് 3 ടീഷർട്ടൊക്കെ. അങ്ങനെ ഞങ്ങളൊരു ബംഗാളി ചേട്ടൻ നിന്ന് മേടിച്ചതാ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഈ ട്രെൻഡ്സിന്ന് മേടിച്ചിട്ടുണ്ട്, സ്റ്റുഡിയോ മേടിച്ചിട്ടുണ്ട്, എല്ലാ വലിയ ഷോപ്പുകളിൽ നിന്ന് മേടിച്ചിട്ട് ഇത്രേ ക്വാളിറ്റി ഉള്ള ഒരു ടീഷർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കളർ ഇങ്ങനത്തെ കളറാ. പിന്നെ നല്ല മെറ്റീരിയലും കീറിയിട്ടും ഇപ്പോഴും. ഇപ്പൊ പിന്നെ അല്ലൂസിനും കാശിക്കും ഇത് ഇച്ചിരി ടൈറ്റാ. അതിനോട്ടനും പിന്നെ ഓക്കെയാണ്. അപ്പം ഞങ്ങളിത് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ദോശയുണ്ട്. എന്റെ സുന്ദരി വന്നിട്ട് ഞാൻ ഷെയ്ക്ക് അടിച്ചു കൊടുത്തു. ക്ലാസ്സിൽ നിന്ന് വന്നപ്പോ തന്നെ ഷെയ്ക്കിന് നാളെ സാറ്റർഡേ ആണ്. അപ്പൊ ഞങ്ങളൊന്നും പഠിക്കുന്നില്ല. ഇന്ന് പഠിക്കണ്ടല്ലോ, പഠിക്കില്ല. അത് അവളെ മൂഡ് പോലെയാണ്. വെള്ളിയാഴ്ച അവൾക്ക് മൂഡ് ഉണ്ടെങ്കിൽ പഠിക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒഴിവാണെങ്കിൽ അവൾക്ക് ഇഷ്ടമെങ്കിൽ പഠിക്കാം, ഇഷ്ടമെങ്കിൽ പഠിക്കണ്ട, അങ്ങനെയാ. അല്ലാത്ത ദിവസം നമ്മൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റഡി ടേബിളിന്റെ അവിടെ കൊണ്ടിരുത്തിട്ട് പഠിപ്പിക്കും. ഇന്നിപ്പോ തന്നെ അതേ
കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇപ്പൊ എന്റെ ചീത്ത കേട്ട് പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പിണക്കം എന്താ പറ്റിയേ? മേല് ഓൾറെഡി സ്കൂളിൽ വന്നപ്പോ മേല് കഴിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് വെച്ചാൽ കാലും മാത്രമേ പൊടിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവർക്ക് മേലെ കഴുകാൻ മടി. അപ്പൊ ഞാൻ കൈയും കാലത്ത് വെച്ച് ഡ്രസ്സ് ആവൂലേ. അപ്പൊ എന്തായാലും ഗൈസ് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. ഫുഡൊക്കെ കൊടുത്തിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മുടെ കുഞ്ഞേട്ടൻ പാറൂസേ, കുഞ്ഞേട്ടൻ എന്തിനാണ് വന്നിരിക്കണേ? കുഞ്ഞേട്ടനുണ്ട്. കുഞ്ഞേട്ടന്റെ പേര് അറിയില്ല എനിക്ക്. കുഞ്ഞേട്ടൻ അത് മതി, നമ്മുടെ കുഞ്ഞാവ. അപ്പൊ ഇപ്പൊ വന്നിട്ട് വയ്യാണ്ടിരിക്കായിരുന്നു. കുഞ്ഞാവ കണ്ടില്ല, ഞങ്ങളുടെ കുഞ്ഞാവ കുഞ്ഞായി പോയി. അപ്പൊ ക്ഷീണൊക്കെ ആയിരുന്നു. അപ്പം രണ്ടാഴ്ച ആയില്ലടാ നീ വന്നിട്ട്? 2 ആഴ്ച ആവാണ്. ഈ സൺഡേ ഇപ്പൊ ഒരു 6 മണിയൊക്കെ ആകുമ്പോ അവൻ ഇവിടേക്ക് വരും. ഇവന് നൈറ്റ് ഡ്യൂട്ടി ആണ് കേട്ടോ. എന്തുട്ടാ കുഞ്ഞാവ നീ എന്തിട്ട് ചെയ്യണ? നീ ഒന്ന് പറഞ്ഞ. നീ ഇൻപുട്ട് എക്സ്പോർട്ട് ഓപ്പറേഷൻസിൽ ഓഷ്യൻ ഫ്രൈറ്റ്. അതന്നെ ആ സാധനം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അവന് നൈറ്റ് ഡ്യൂട്ടി ആണ്. അതായത് അമേരിക്കൻ കമ്പനീസ് ആണല്ലേ. അപ്പൊ ഭയങ്കര വലിയ പുള്ളിയാണ്. കാണുന്ന പോലെ അല്ല, ഭയങ്കര വലിയ പുള്ളിയാണ് കേട്ടോ ഗൈസ്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഈ വെക്കേഷൻ ടൈമിലൊക്കെ. ഇവന് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈമിൽ ഉണ്ടായിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോ വരും. പിറ്റേ ദിവസം എത്ര മണി വരെ ഉണ്ടാവും കുഞ്ഞാവേ? അതല്ല വർക്ക് വൈകിട്ട് 6:30 തുടങ്ങിയിട്ട് വെളുപ്പിന് 3:30 വരെയാണ് ഉള്ളത്. അതായത് നമ്മൾ ഇവിടുത്തെ നോർമൽ 9 മണി ടു 5 മണി സമയം അങ്ങനെ അല്ലേ. ആ ഒരു ടൈമില് ഇവന് ഇവിടെ നിന്ന് പണിയെടുക്കും. അപ്പൊ ഞാനിവിടെ വന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ ഇവന് ഈ പറഞ്ഞ പോലെ ഈ അമേരിക്കൻ കമ്പനീസ് ഒക്കെ ഉള്ള ഡീലിങ് കേട്ടോ. ഭയങ്കര കുഞ്ഞാ എത്ര മതിയാ? അല്ല വെറുതെ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ കുഞ്ഞവനെ ആക്കിയതല്ല. സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടല്ലോ, നമുക്ക് ചില പ്രൊമോഷൻസിലൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ നേരെ അത് കുഞ്ഞാവിക്കാൻ ഫോർവേഡ് ചെയ്യും. എനിക്ക് പറയേണ്ട കാര്യം വെച്ചാൽ ഞാൻ കുഞ്ഞാവിക്കാൻ ഫോർവേഡ് ചെയ്യും. അതല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് എല്ലാ ആൾക്കാരും അയച്ചതിരിക്കുന്ന സാധനം എനിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കുഞ്ഞാവിക്കാൻ ഫോർവേഡ് ചെയ്യും. സത്യന്റെ മക്കളാണ് അതെ. അപ്പൊ അവൻ എനിക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പം അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞാവ. അപ്പൊ ഇവൻ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇനിയിപ്പോ ചോറുള്ള നേരത്തെ നമുക്ക് കുഞ്ഞേട്ടനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ വാതിലടച്ച് പോട്ടെ. നമ്മുടെ പിള്ളേരുള്ളതുകൊണ്ട് ഇവര് സുഖമായിട്ട് ഇവിടെ പണിയെടുക്കാൻ പറ്റാറുണ്ട് രാത്രി. ഇവന്മാർക്ക് ഫുഡ് കൊടുത്ത് തീർന്നിട്ടില്ല. ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വേണം. കാശിക്കുട്ടൻ പിന്നെയും കഴിക്കും. പിന്നെ അല്ലൂസും നല്ല മടിയാണ് കഴിക്കാൻ. അവർക്ക് മൂടുണ്ടെങ്കിൽ മാത്രം കഴിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ കുറേ ഇങ്ങനെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഫുഡ് ദോശ കഴിച്ചിട്ടുണ്ട്. ദോശ അങ്ങനെ കഴിക്കാറില്ല രണ്ടാളും. പക്ഷെ ഇപ്പോൾ ദോശ ഏകദേശം കഴിച്ചിട്ടുണ്ട്. പക്ഷെ നിഖിലിനും ഒട്ടും വയ്യ. നിഖിലിനും ശരീരം വേദനയാണ്, കീത്തുനും വയറുവേദനയാണ്. അപ്പോൾ 2 പേർക്കും വയ്യാട്ടാം. പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഉറക്കാനും മെരുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അച്ഛനാണെങ്കിൽ ഇതേ നമ്മുടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും അറേഞ്ച് ചെയ്തതൊക്കെ എടുത്ത് തിരിച്ച് വെക്കുകയാണ്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ കുറേ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മടക്കി വയ്ക്കും. ഇപ്പോൾ അമ്മയാണ് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുന്നത്. കീതു ഇതേ പിള്ളേരെ വെച്ചിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് നിഖിലിന് വയ്യാത്തതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിഖിൽ അടിക്ക് വന്നിട്ട് പിള്ളേരെ നോക്കിക്കോളും. വയറുവേദന ഉള്ളൊരു ദിവസം മാത്രമാണ് കീത്തുക്ക് എടുക്കാറുള്ളത്. അല്ലാത്ത ദിവസം നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് എത്ര വയ്യായി ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പിള്ളേരെ നോക്കിയാലേ പറ്റൂ. നമുക്ക് വയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കെടുക്കാനേ പറ്റത്തില്ല. അത്രയും അസഹനീയമാണെങ്കിൽ മാത്രം കെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീണ്ടും ഒരു തല്ലേട്ടാ. ഒരു സാധനത്തിന് വേണ്ടി പിന്നാലെ നടക്കുകയാണ്. ഇപ്പോൾ ഐന്യൂസിനൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഐന്യൂസിന് തിരിച്ച് തല്ലില്ലെങ്കിൽ അതിന് അടങ്ങൂല കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി കാണുമ്പോൾ ഇത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നാം. കാശിക്കൂട്ടൻ ഒരു പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിരിച്ച് അതിനിങ്ങനെ പറന്ന് വരും കേട്ടോ ഗൈസ്. വരും ഗൈസ്. 3 പേരും മിഠായി. അതിനും അതിലില്ല മിഠായി. ഇങ്ങനെ ഈ ഒരു മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ മിഠായിക്ക് വേണ്ടതല്ലേ എന്നും മിഠായി അതെടുത്തു അല്ലേ. അമ്മ ഷെയർ ചെയ്ത് തരാം. അമ്മ ഷെയർ ചെയ്ത് തരാം. രണ്ടാക്കും മൊത്തം എടുക്കല്ലേ. അഞ്ഞൂന് കഴിഞ്ഞു. പൊക്കോ, രണ്ടാളും പോയേ. പൊക്കോ വരുമ്പോ ചോറ് ഊറ്റിട്ടപ്പോ ചെല്ലി പൊക്കോ കാശി ചെല്ല്. ഒന്നുമില്ല അതും കൊണ്ട് പൊക്കോ.
അരിഞ്ഞിടാ. അപ്പോൾ ദേ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ പനങ്കൽക്കണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് നേരം ഇവർ വന്ന് കണ്ണും ചെവിടും തരില്ല. ടൈ ടൈ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മിഠായി കൊടുക്കാറില്ല. പക്ഷെ പനങ്കൽക്കണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് മിഠായി എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട്. പക്ഷേ ഇതിപ്പോൾ തൊന്തരമായിരിക്കാൻ കേട്ടോ. അവർ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല. 3 പേരും ഗ്യാങ്ങായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളെ വട്ടം ചുറ്റിക്കും. അത് എടുത്ത് കൊടുക്കാണ്ട് ഒരു നിവൃത്തി ഉണ്ടായിരിക്കില്ല. അവരിങ്ങനെ അടങ്ങത്തില്ല. അപ്പോൾ അതേ ഞാൻ വേഗം ചോറ് തിളപ്പിച്ചു വിട്ടാണ്. പിന്നെ ഈ പാത്രം കഴുകുന്ന പരിപാടീസൊക്കെ കീത്തു. അപ്പം നിങ്ങൾ പറയും കീത്തു ചേച്ചി ഒരു പണി എടുക്കാറില്ലല്ലേ എന്ന് ചോദിച്ച് വരണ്ട. അവൾക്ക് വയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പണിയൊക്കെ ഒരു 90% ചെയ്യുന്നത് കീത്തു തന്നെയായിരിക്കും കേട്ടോ. പാത്രം കഴുകുന്ന പരിപാടി ഞാൻ നൈറ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് പാത്രം കഴുകുള്ളൂ. കീത്തു അവിടെയുള്ള പാത്രങ്ങൾ അപ്പം കഴിക്കും. ഞാനെല്ലാം കൂടെ വരുമ്പോഴേ ഞാൻ കഴുകാറുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് പോകുന്നതിന് പറയുമ്പോൾ കിടുന്നോടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ പൊന്നഞ്ചു അവിടെ അവരെ മേച്ചിരിക്കുന്നേക്കാൾ നല്ലത് ഇവിടെ ഒന്ന് പാത്രം കഴുകണതാണ്. കാരണം സത്യമാണ്, നമുക്ക് ഇത്രയും പിള്ളേരെ നോക്കണേക്കാളും നമുക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ എളുപ്പം. അതായത് അതാകുമ്പോൾ നമുക്ക് ഇത്ര റിലാക്സേഷൻ ഉണ്ട്. ഇവന്മാരുടെ തല്ലും ഇവർ ദേഹത്ത് ഇങ്ങനെ കുത്തിമറിയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് വയറുവേനൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും, ഫ്രസ്ട്രേഷനും അതൊക്കെ ആയിരിക്കും. നമുക്ക് പിള്ളേരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അവർ കളിക്കാനാണ്. പക്ഷേ അതാണ് ചില സമയത്ത് നമുക്ക് ശരിക്കും മൈൻഡ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോസ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, പിന്നെ നമുക്ക് വയ്യായ, പിന്നെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ കാര്യങ്ങൾ നോക്കണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയവും കടന്നു പോകും. അങ്ങനെയാണ്. പിന്നെ കുറേയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറേയൊക്കെ എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് പറ്റിയില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന അവൾക്കറിയാം, എനിക്ക് പറ്റില്ലെങ്കിൽ അവൾ ചെയ്യുന്ന അവൾക്കും അറിയാം. അങ്ങനെയാണ്. അപ്പോൾ അത് ഇവിടെ പിന്നെയും കരച്ചിൽ. നമ്മുടെ വീഡിയോയിൽ കുറേ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാം. ഞങ്ങൾക്കത് ഞങ്ങൾക്ക് സാധാരണയായി കേട്ട് പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു അരോചകമായി തോന്നാൻ സാധ്യതയുണ്ട്. പിള്ളേരുള്ള വീടൊക്കെ അല്ലേ, ക്ഷമിക്കണം ഗൈസ്. നമ്മളിത് വൈമാളിന്ന് ചക്കലുവ ഞാൻ 4 ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ മേലി ഇപ്രാവശ്യം പോയപ്പോഴും ചക്കലുവ മേടിച്ചു. പക്ഷെ അന്ന് തിന്ന ചക്കലുവ പോലെ ഇല്ലത്. ആദ്യം കഴിച്ചതായിരുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലെന്തോ ഒരു മിസ്സിങ്. ചക്ക കുറവാകും കണ്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നെയ്യ് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ആ നെയ്യാണ് കാണുന്നത്. കീത്തുവിന് വിശപ്പിന്റെ വിളി വന്നപ്പോൾ അപ്പോൾ അതേ കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചിയമ്മ അതേക്ക് എടുക്കാനായിട്ടോ നിഖിലിനൊട്ടും വയ്യ, നല്ല ബോഡി പെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാശിക്കും അവിടെ കീത്തുൻ്റെ മേത്ത് കയറി കുസ്തി കളിക്കാനായിട്ട് അവർ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, കണ്ടില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കൂ. കാശിക്കും പാറുവിനും ഞാൻ ചോറ് കൊടുക്കാണ്. പാറുവിനും ചോറ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവൾക്ക് എനിക്ക് ദേഷ്യം വരും. കാശിക്കുട്ടന് വേഗം കൊടുത്തു. സാമ്പാറൊക്കെ അവന് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ കീത്തു പിന്നെ അല്ലൂസിനെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കാശി കറക്റ്റ് ഒരു 9 മണി 8:30 ആകുമ്പോഴത്തേനും അവൻ ഉറങ്ങേണ്ട സമയമായി തുടങ്ങി. ഞങ്ങൾക്ക് ഉറക്കം വരാറായിട്ടുണ്ട്. 9 മണി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ അളകാൻ പഠിക്കും മാമ്പം 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 എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങളിപ്പോൾ എല്ലാവരും നമ്മുടെ നിതീഷ് ചേട്ടനെ അന്വേഷിക്കുന്നുണ്ടാവും. നിതീഷ് ചേട്ടൻ ഇവിടെ ഇല്ല. നിതീഷ് ഗായ്സ് കാശിക്കുട്ടൻ്റെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ ഇപ്പോഴായി പിന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഉറക്കാവും. ഒരു 8:30 ആകുമ്പോഴത്തേനും ആൾക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. പിന്നെ ഇപ്പോഴും ഫീഡിങ് നിർത്താൻ പറ്റിയിട്ടില്ല. നിർത്തുന്ന ലക്ഷണമൊന്നും ആശാൻ കാണിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഞാനീ പറഞ്ഞു നിർത്തിയത് നിതീഷ് ചേട്ടൻ എവിടെയെന്ന് എല്ലാവരും ചോദിക്കും. നിതീഷ് ചേട്ടൻ ഇവിടെ ചേട്ടൻ്റെ അതായത് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലത്തെ. അപ്പോൾ ഈ സ്കൂളിലത്തെ എല്ലാവിധ എന്തൊരു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, എന്തൊരു സംഘടന ഉണ്ട് അവർക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ. അപ്പം എന്താ പറയുക, എന്തൊരു ഡെവലപ്മെൻറ്റ് പരിപാടിക്കും ഉണ്ടാകുന്ന ടീംസാണ്. അപ്പോൾ ഏട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ
എല്ലാവിധ കാര്യങ്ങൾക്കും ഫസ്റ്റ് നിന്ന് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഇന്ന് സ്കൂളിലത്തെ ട്രിപ്പാണ്. അതായത് അവിടുത്തെ കുട്ടികളുടെ കുഞ്ഞിപ്പിള്ളേരാണ്, 4ാം ക്ലാസ് വരെ ഉള്ള ഒരു ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലത്തെ കുട്ടികളെ ഇന്ന് മലമ്പുഴയ്ക്ക് ടൂർ കൊണ്ടുപോകും. അപ്പോൾ ഏട്ടനും കൂടെ പോയിട്ടുണ്ട്, ഏട്ടനുണ്ട് പോകാൻ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇരിങ്ങാലക്കുട എത്തിയെന്നാണ് പറഞ്ഞത്. മേ ബി ഇപ്പം എത്താറായിട്ടുണ്ടാകും. പക്ഷേ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ പിള്ളേരും പോയി കഴിഞ്ഞിട്ടൊക്കെ അവരിവിടേക്ക് എത്തത്തുള്ളൂ. അപ്പം പിന്നെ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നല്ല വിശപ്പാണ്. പക്ഷെ നല്ല വിശന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഡയറ്റ് ചാർട്ടിലുള്ള പോലെ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കും എന്തിനാ ഡയറ്റ് എടുക്കണേ. പക്ഷെ എനിക്ക് എൻ്റെ ഫേസ് ഭയങ്കര കുഞ്ഞി ഫേസാണ്, കൈക്കും ഓക്കെയാണ്. പക്ഷെ എൻ്റെ ഹിപ്പ് സൈഡൊക്കെ എനിക്ക് വയറൊക്കെ നന്നായിട്ട് ചാടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബെല്ലി ഫാറ്റാണ്, എനിക്ക് അതൊന്ന് കുറയ്ക്കണം. പക്ഷെ നമുക്ക് അത് മാത്രമായിട്ട് ആദ്യം കുറയത്തില്ല, എല്ലാം കുറഞ്ഞതിന് ശേഷമേ ബെല്ലി കുറയുള്ളൂ. സോ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കട്ടെ. ഇന്ന് സാലഡ് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാശിക്കുട്ടൻ അപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ഇവൻ ഇത്ര നേരത്തെ ഉറങ്ങുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു 10 പ്രാവശ്യമെങ്കിലും എണീക്കും. അപ്പോൾ എണീക്കുമ്പോൾ ഇവന് ഫീഡ് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ 100 പ്രാവശ്യം വന്ന് അവന് ഫീഡ് ചെയ്യിക്കാൻ നിൽക്കണം കേട്ടോ. അപ്പം മുട്ട വറക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുട്ട വറക്കേണ്ട പരിപാടീസിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് കറക്റ്റ് ഡയറ്റ് ചാർട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. അതായത് ഇത്ര സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, കഴിക്കുന്ന എല്ലാ ഭക്ഷണം എൻ്റെ ട്രെയിനർക്ക് ഫോട്ടോ അയച്ച് കൊടുത്തിട്ടാണ് എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അവൾക്ക് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി മതി, അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ടാണ് പോണത്. ഞാൻ ഒരു സമയത്ത് അത് ഫോളോ ചെയ്തിരുന്നു, പിന്നെ എനിക്കത് പറ്റാണ്ടായപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ചെയ്താ കേട്ടോ. ഉപ്മാ റെസിപ്പി എന്ത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാന്നതിന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതുകൊണ്ട് എന്തോ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുമല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നു. പണ്ട് ഞാനിത് ആക്ച്വലി സേമിയോ ഓ ആ ഇതിന്റെ മേലേക്ക് നമ്മളെ കണ്ടു മുറും കാണുന്നുണ്ടാ? ആ മതി, കണ്ടത്. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് നമ്മുടെ സാധാ സേമിയാണ് വിചാരിച്ചത്. അത് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും ഇത് അതിനുള്ള ഉപ്പുമാവല്ല. ഉപ്പുമാവ് അത് ഉണ്ടാക്കേണ്ട സാധനമല്ല, ഇത് നമ്മൾ വാങ്ങിക്കാറുള്ളതെല്ലാം തെറ്റി മേടിച്ചതായിരുന്നു. അപ്പൊ അന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ ആ സാധനം ഞാൻ പിന്നെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പുമാവ്, രാത്രിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സേമിയോ ഇതൊരു സാധനം ഇതിൻ്റെ എന്താ ഇതിനെ പറയുക, അതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ ഇത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വറുത്തെടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പുറത്തേക്ക് പോവും, മിക്സ് ആവത്തൂല. ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തത്. ഇതിനി പായസം വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന സ്വീറ്റ് ഐറ്റം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ എനിക്ക് പേര് ഞാൻ മറന്നുപോയി. നല്ല രീതിയിൽ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്കും എനിക്കാണ്. അമ്മയും ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കും നന്നായിട്ട് വണ്ണം വെച്ച് വരാണ്. അമ്മയ്ക്ക് മെഡിസിൻ്റെ ഒക്കെ റിയാക്ഷനാണ് കേട്ടോ വണ്ണം വെക്കുന്നത്. അമ്മ ഡയറ്റ് എടുത്തിട്ട് അമ്മയ്ക്ക് വണ്ണം കുറയുന്നില്ല, പക്ഷേ ഭക്ഷണം കഴിക്കൽ ഇപ്പോൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് ഈ ഒരു പരിവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കുറേ സവാളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, തരക്കേടില്ലായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ സേട്ടൻ ടൂറൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിട്ടോ. എപ്പിടി ഇരുന്നത് ടൂറ്? അപ്പോൾ ദേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. രാവിലത്തെ ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, പച്ചപ്പയറുണ്ട്, മുട്ട വറുത്തതുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞാവയുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവർ ആണുങ്ങളൊക്കെ ആദ്യം ഇരിക്കുകയാണ്. കീത്തൂന് ഈ സമയമായപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കൂടി വരുന്നതിന് അവൾക്ക് ഒരു ദിവസമാണ് ഉള്ളത്. പക്ഷേ എനിക്കങ്ങനല്ല. എനിക്ക് 1, 2, 3, 4, 5 ദിവസം വരെയൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്കതിന് കറക്റ്റ് സമയമില്ല. പക്ഷേ കീത്തൂൻ്റെ ഒക്കെ 24 hours തന്നെ സ്റ്റോപ്പാവും. അതായത് പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പാവും.
അപ്പം കുക്കമ്പർ സാലഡാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാൻ കുക്കമ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം സേമിയ ഉപ്മാവ് കുറച്ചധികം ഉണ്ട്. പക്ഷേ ഇതിലാണെങ്കിലും 2 എഗ് വൈറ്റ് കയറ്റണം എന്നാണ് പറഞ്ഞത്. കാരണം ഇതിൽ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്, എഗ് വൈറ്റിൻ്റെ ഒരു കുറവുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഉച്ചയ്ക്ക് ചോറൊക്കെ കുറച്ചെടുക്കുള്ളൂ, പക്ഷേ ബാക്കി എൻ്റെ പ്ലേറ്റ് നിറയെ സാധനങ്ങളായിരിക്കും. എല്ലാ സാധനങ്ങളും കുറേ കറികളാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഒരു ഡവറ ഫുള്ള് വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഞാൻ കഴിച്ചാലും ചോറ് കഴിച്ചൊരു തൃപ്തി അതൊന്നും കഴിക്കുമ്പോൾ കിട്ടൂല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു, ടേബിളൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 പേരിലേക്ക് ഞാനും ഗീത്തും ഇപ്പോൾ അടുക്കളയിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയിനൂനെയോ ആരെങ്കിലും ഒരാൾ അമ്മ ഉറക്കാൻ വേണ്ടി നിൽക്കും. ഇന്നിപ്പോൾ ഗീത്തുവിന് വയ്യാത്തതുകൊണ്ട് നമ്മയും അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഒതുക്കൽ പരിപാടികളാണ്. പണ്ടൊക്കെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുക്കള ഒതുക്കി പാത്രം കഴുകി വെക്കുന്നത് എന്തോ വലിയൊരു പണിയായിരുന്നു കേട്ടോ. പക്ഷെ പോകെ നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് അപ്പോഴാണ് അയ്യോ ഇതൊക്കെ ഒരു പണിയാണോ അങ്ങനെ തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ്, അതായത് നമ്മൾ അതൊന്നും ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഭാരമായി തോന്നും. പിന്നെ നമ്മളത് ശീലിക്കും. പിന്നെ നമുക്കതൊരു പണിയല്ലാണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പാത്രം കഴുകൽ എല്ലാ പണിയും കഴിഞ്ഞു, അടുക്കളൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെച്ചു. പാറൂസും ഉറങ്ങിയിട്ടോ. പാറു എൻ്റെ അടുത്ത് വന്ന് ഉറങ്ങി. ഇപ്പോൾ അതങ്ങ് മേലെ പോവാണ്. സാധാരണ പാറുവിനെ ഏട്ടനാണ് എടുക്കാറ്. എനിക്ക് പാറുവിനെയും കൊണ്ട് കയറാൻ പറ്റാറില്ല. പക്ഷേ ഇന്ന് എന്തോ ഒരു ആവശ്യത്തിനാണ് ഞാൻ പാറുവിനെടുത്തു, ഏട്ടൻ കാശിക്കൂട്ടനെ എടുത്തു. വേറെ ഒന്നുമില്ല, ഞാൻ കാശിനെ എടുക്കണ കാര്യം എന്ന് വെച്ചാൽ കാശിനെ കെടുത്താൻ ഒരു നാക്ക് ഉണ്ട് ഗൈസ്. കാശിനെ കെടുത്താൻ ഒരു നാക്കിൽ കെടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും ഒരു അരമണിക്കൂർ ഫീഡ് ചെയ്യും. അങ്ങനെയാണ്. ഫീഡിങ് നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലേക്ക് കയറിയിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോഴായപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തേക്ക് എടുക്കും കേട്ടോ. അതായത് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾക്ക് എടുക്കും. പണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DMLF എടുക്കുമ്പോൾ സമയമൊക്കെ കാണിക്കുമായിരുന്നു. ഇപ്പോൾ ചില സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോകും. പക്ഷേ പേരിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പാറൂസ് ഉറങ്ങി, കാശുമോൻ ഉറങ്ങി. ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടൻ വന്ന് ഭയങ്കര ടയേർഡായിട്ട് കിടക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ടൂറൊക്കെ? ഓക്കെ ആയിരുന്നോ? പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് സഹകരിച്ച് നിന്നോ? ഏട്ടൻ പറയായിരുന്നു, ഞങ്ങൾ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കലേ പറയായിരുന്നു. മലമ്പുഴ ഡാം വെച്ചിട്ടാണ് എപ്പം വരെ കണ്ടത്? കുറച്ച് വയസ്സായ അച്ചാച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഏട്ടനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. അവരായിട്ട് കുറേ സംസാരിച്ചു. ഓക്കെ. അപ്പം കീത്തുവിന് വയറുവേദനയായിട്ട് അവൾ വേഗം കിടന്നു കേട്ടോ. അമ്മ ഒരാൾ ഉറപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 പുത്രന്മാരും കിടന്ന് ഉറങ്ങി. ഇവർ നേരത്തെ ഉറങ്ങുന്നുണ്ടല്ലേ, ഇപ്പം നേരത്തെ എനിക്ക് ഓൾറെഡി കാശ് ഒരു 6 മണിയാകുമ്പോഴത്തേനൊക്കെ എണീക്കും. ഇന്ന് 6:30 6:45 ആകുമ്പോഴത്തേന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നാളെ പിന്നെ സാറ്റർഡേ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇല്ലെന്ന് പറയുമ്പോൾ പാറുവിനല്ല സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷം. പാറുടെ ക്ലാസ് ഇല്ലെന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, എനിക്ക് കിടന്ന് ഉറങ്ങാമല്ലോ. ഇവിടെ പിന്നെ ഉറക്കപ്രാന്ത് ഭയങ്കര. ഞാൻ ശരിക്കും 6:45 7 മണി ആകുമ്പോഴത്തേനാണ് താഴെ എത്തുന്നത് കേട്ടോ. അപ്പോഴത്തേനും അമ്മ എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് ഞാൻ താഴെ അത്ര മണിക്കാണെങ്കിലും ഞാൻ ഒരുപാട് നേരത്തെ അലാറം അടിക്കുമ്പോഴേ ഞാൻ എണീക്കും. പക്ഷെ കുറച്ച് സമയത്ത് കാശ് ഫീഡ് ചെയ്ത് കൊടുക്കും. എനിക്ക് എണീക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഓക്കെ. ഇതിപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ റീസെൻ്റായിട്ടല്ല കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ഹെയർ കെയറും നൈറ്റ് കെയറും ഒക്കെ ചെയ്യാറുണ്ട്. ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യാറുണ്ട് രാത്രി. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നമുക്ക് എടുക്കാം. എനിക്ക് ഈ ഒരു ന്യൂട്രിഡെമ്മിൻ്റെ ഒരു പ്രൊമോഷൻ വന്നപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഡേം വൈവിൻ്റെ ക്ലെൻസർ. നല്ല സാധനമാണ് കേട്ടോ, നല്ല പൈസയാണ്. ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ അത് യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിലയുടെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കുന്നത്, മോയ്സ്ചറൈസറൊക്കെ കത്തുന്ന വിലയാണ്. ശരിയാണ്, അതൊക്കെ നല്ല പൈസ ഉള്ളതാണ് കേട്ടോ. പക്ഷെ നമ്മളത് പൈസ കൊടുത്ത് 1000 രൂപയ്ക്കൊന്നും നമ്മൾ എടുക്കില്ല. അപ്പം എനിക്ക് എന്താ പറയുക, ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാനതൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര ദിവസത്തേക്കും അറിയില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളത്തെ ഞാൻ ചെയ്യുന്നുണ്ട്. ഫ്രൈ ആയിട്ടുണ്ട്.
ശേഷം ഞാൻ നമ്മുടെ ഈ ഒരു കോട്ടക്കലിൻ്റെ വിഭാക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലോ, നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടോ ബ്ലാക്ക് സ്പോട്ടും ഇവിടെയൊക്കെ ബ്ലാക്ക് സ്പോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല എനിക്കിതിലേക്ക് ഇവിടെ ഒരു എൻ്റെ ഈ ഒരു കൈൻ്റെ പോലെ അല്ലല്ലോ എൻ്റെ ഈ ഒരു കൈ എന്ന് പറയുന്നത്. ഇത് എനിക്ക് എന്താ ചൊറിച്ചിൽ, ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ ഞാൻ മാന്തി നഖത്തിൻ്റെ റിയാക്ഷനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസിനൊക്കെ നല്ലൊരു സാധനമാണിത്. പിന്നെ നല്ലൊരു ഗ്ലോയിൽ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ വെളുക്കുന്നൊന്നല്ല പറയണം കേട്ടോ, കാരണം ഞാനിത് കുറച്ച് നാളായി യൂസ് ചെയ്യുന്നത്, വെളുത്തിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഈ ഒരു ബ്ലാക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പരറ്റും ഈ സാധനം. അപ്പോൾ അത് ഇത് രാത്രി വരട്ടിക്കെടുക്കുന്നതാണ് നല്ലത്. പിന്നെ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഇത് ശരിക്കും ഓയിൽ ടൈപ്പാണ്. നല്ല രീതിയിൽ ഓയിലി ആകും, നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. ഭയങ്കര ഓയിൽ സ്കിന്നാർക്ക് ഇത് സജസ്റ്റ് ചെയ്യില്ല, കാരണം ഓയിൽ സ്കിന്നാർ തേച്ചിട്ട് മേ ബി കുരു അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ സ്കിന്നാർക്കാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മൾ പരട്ടുമ്പോൾ തന്നെ ശരിക്കും നല്ല രീതിയിൽ നമ്മളെ ഫേസിന് ഒരു ഓയിൽ പോലെ ഇരിക്കും. നമുക്ക് ഇതുണ്ടാവില്ലല്ലേ, ലൈറ്റ് നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് പുറത്തേക്ക് നിൽക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഒരു എന്താ പറയുക, ഭയങ്കര എണ്ണമെഴുക്കുള്ള പോലെ ഫീൽ ചെയ്യിക്കും. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ പാരച്യൂട്ട് ആയുർവേദിക്കാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് ലോഞ്ച് ചെയ്തിരുന്ന സമയത്തിൽ ഞാൻ +1 പഠിക്കുന്നത്. ആ സമയത്തൊക്കെ ഞാൻ അതാ പറ്റിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് അത് രാത്രി തലയിൽ വെളിച്ചെണ്ണ പറ്റി കിടക്കണം. അപ്പോൾ രാവിലെ നമ്മൾ മുങ്ങി കിടക്കില്ല തലയിൽ വെളിച്ചെണ്ണ പറ്റി, അതുപോലെ ഞാൻ അന്ന് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഓയിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് മേ ബി കുരു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല മണമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് കണ്ടോ, കൈമേലെ ഇപ്പത്തില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരുന്നൊരു സാധനമാണ് നമ്മുടെ ഡോട്ട്&കീയുടെ ഒരു ചെറി, അതായത് നമ്മുടെ ബാരിയർ റിപ്പയറിങ് ഹൈഡ്രേറ്റിംഗ് ലിപ് ബാമാണ്. പക്ഷേ ഇത് ഞാൻ മോർണിംഗും യൂസ് ചെയ്യാറുണ്ട്, നൈറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ലൈറ്റായിട്ടൊന്നും ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, ഇതിൽ SPF 50+++ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് രാവിലെ യൂസ് ചെയ്യുന്നത് നല്ലത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കെമിക്കൽ SPF ഉണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ കെമിക്കൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിത് രാത്രി ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ രാത്രി വന്നിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് എനിക്ക് അതിനെപ്പറ്റി ഞാൻ അറിഞ്ഞത്. സോ അത് ഞാനിപ്പോൾ ലൈറ്റായിട്ട് ഇടത്തുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് ഇട്ട് കിടക്കും. ഇത് വെറുതെ ലൈറ്റായിട്ട് ഇടത്തുള്ളൂ. എനിക്ക് പറയാനുള്ള ഒരു അടിപൊളി ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട്, എനിക്ക് ഐബ്രോ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐബ്രോ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കല്യാണി അറിയാമായിരിക്കുമല്ലോ, കല്യാണി, സിജു കല്യാണി, മൈ ബൈ കല്യാണി അറിയാമല്ലേ. അപ്പോൾ എനിക്ക് അവൾ പറഞ്ഞൊരു ടിപ്പാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പിരികനുണ്ടല്ലോ, ത്രെഡ് ചെയ്തിട്ട്, ഞാൻ ബ്ലേഡ് കൊണ്ട് ത്രെഡ് ചെയ്യാറുണ്ട്. ത്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൺമഷി കൊണ്ട് നല്ല രീതിയിൽ തേക്കുക. പിറ്റേ ദിവസത്തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെയൊക്കെ തേക്കുന്ന സാധനം ഫുള്ള് ഓട്ടോമാറ്റിക് അത് മാഞ്ഞു പൊക്കോളും. ബാക്കി നമ്മുടെ ഈ ഒരു ഹെയറിലൊക്കെ ഫുള്ളൊക്കെ ആയിരിക്കും കയറി പിടിക്കും. അപ്പോൾ ശരിക്കും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഐബ്രോ പോലെ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. എനിക്ക് നല്ല പോലെ അത് തോന്നി. ഞാൻ തോന്നുന്നു ഇപ്പോൾ ഒരു 5-ാമത്തെ ദിവസമാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡെയിലി ചെയ്യാറുണ്ട്. എനിക്ക് നല്ല രീതിയിൽ അതൊരു ഓക്കെ. നമ്മൾ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഐബ്രോ ഫിൽ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തത് ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് വട്ടാണോ എന്നുള്ളത്. ഇത് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് എനിക്ക് വലിയ നട്ടപ്പരാന്തൊന്നുമില്ല ഗൈസ്. ഈ രാത്രി നമ്മുടെ കുണുവാവ കളിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, കുഞ്ഞു കുണുവാവകൾക്കാണ് നമ്മളിങ്ങനെയൊക്കെ തേച്ചിട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മുടി അതൊക്കെ എല്ലാവർക്കും അറിയാലോ, ഞാൻ മുടി വെട്ടിയ കാര്യം എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നിരുന്നു. അപ്പം നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നമുക്ക് തന്ന 2 മരുന്ന് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ കീത്തൂർ കാണിച്ചപ്പോൾ കീത്തൂരും കൊടുത്തത് മുടി കൊഴിച്ചിലിന് സെയിം മരുന്നാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിങ്ങളാരും പോയി കടയിൽ മേടിക്കരുത്. ഇത് നമ്മുടെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിലൊന്നും തരത്തില്ല. ഇതെന്ന് പറയുന്നത് യൂസ് ചെയ്ത് ഇങ്ങനെയാണ് കേട്ടോ.
ഇത് മറ്റേ മിനോക്സിഡിൽ സ്കാൽപ്പ് സൊല്യൂഷൻ IP 5% ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷണ്ടി ഉണ്ടല്ലോ, കഷണ്ടിക്കാർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് കഷണ്ടി പോയോർത്ത് ഹെയർ ഗ്രോത്ത് ആവും. ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് കുറേ മുടികൾ, അതായത് ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന കുറേ മുടികളുണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ എനിക്ക് അങ്ങനെ വന്നതാണ്. പിന്നെ കുറേ കുഞ്ഞു രോമങ്ങളുണ്ട്, കുറേ കുഞ്ഞു രോമങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഇത് തേച്ചിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ഡെയിലി തേക്കുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പ്രശ്നം എന്നല്ല, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയുന്നത് ഡെയിലി നമ്മൾ തേക്കുക. നമ്മളിപ്പോൾ ഒരു ചെടിക്ക് നല്ല രീതിയിൽ എന്നും വളമിട്ട് കൊടുക്കുകയാണ്. വളമിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ആർത്തുലച്ച് നിൽക്കും. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അത് നിർത്തി, അപ്പോൾ എന്തെങ്കിലും ഉണങ്ങിക്കരുത്. സെയിം അവസ്ഥയായിരിക്കും. കാരണം നമ്മൾ ഡെയിലി ഇത് ചെയ്ത് പോയിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ പതുക്കെ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഉള്ളത് കൂടെ പോകും. അപ്പം ഞാനിത് ആദ്യം മുടി കൊഴിഞ്ഞിരുന്ന സമയത്ത് ഇത് ഞാൻ പെരട്ടി കൊടുക്കും. അതിനുശേഷം പതുക്കെ നിർത്തി. ഇപ്പം ഞാനൊരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ പെരട്ടുണ്ടാകും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു അളവുണ്ട്. എനിക്കൊരു 4-5 സ്പ്രേ മാത്രം ചെയ്യാനുള്ള അനുവാദമുള്ളൂ. എനിക്ക് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഹെയർ പോണത്. പിന്നുള്ളത് ഈ ഒരു സെറാണ് കേട്ടോ. ഈ സെറം ഞാൻ 2ാമത്തെ ബോട്ടിലാണ്. കാരണം സെറം ഞാൻ രാവിലെയും വൈകിട്ടും ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ സ്കാൽപ്പിൽ ഒഴിക്കുന്ന ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ, അത് 5 സ്പ്രേ മതി, അപ്പോൾ കുറേ നാൾ നിൽക്കും. പിന്നെ ഞാൻ നല്ല കുറച്ചെടുക്കുള്ളൂ, കാരണം നല്ല 10,500 രൂപയാണ് 2ാമത്തേനും കൂടിയിട്ട്. സെറം, ഈ ഒരു സെറം നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല രീതിയിൽ മാറ്റിത്തരും. ഓക്കെ, ഈ ഒരു സെറവും കൂടെ തേക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു 15-20 മിനിറ്റ് ഇവിടെ കയറി കഴിഞ്ഞിട്ട് വേണം. അതിന് വേണ്ടി ഞാൻ എടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നടക്കത്തില്ല, നമ്മളതിന് എഫേർട്ടും കൂടി എടുക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ ഫേസിലായാലും ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നു, അങ്ങനെ ഒരു കറണ്ട് കയറില്ല. ഞാൻ എൻ്റെ മുടീനെ അതിനനുസരിച്ച് കെയർ ചെയ്യണം. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം, അതിനുള്ള മരുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതായത് നമ്മളെ കൊണ്ട് താങ്ങുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ആയിട്ട് അവർ പറഞ്ഞ പോലെ കൊണ്ടുപോകാൻ പറ്റും. നമ്മളതിന് എഫേർട്ട് എടുക്കണം. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ പിമ്പിൾസ് വരുന്നു, അതല്ലെങ്കിൽ ഐബ്രോസ് കൊഴിയുന്നു, ഈ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും, നമുക്ക് ശരീരത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് വരുന്നത് വെച്ചാൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വരുന്ന കുറേ ഡൾനെസ്സും പിമ്പിൾസൊക്കെ നമ്മുടെ ശ്രദ്ധയില്ലായ്മ. അതായത് ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മളിപ്പോൾ രാവിലെ കുളിച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് ഫേസ് വാഷ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും നമുക്ക് പിമ്പിൾസ് വരാം. പിന്നെ ഭയങ്കര ഡ്രൈനെസ്സാണ്. ഇപ്പോൾ നമുക്ക് ക്ലൈമറ്റും മഞ്ഞുകാലമായതുകൊണ്ട് ഭയങ്കര ഡ്രൈനെസ്സാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറും കൂടെ കാരണം ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര നമുക്ക് ചൊറിച്ചിൽ വരും. അപ്പോൾ അതും കൂടെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, നമ്മൾ തന്നെ വിചാരിച്ചത് നമുക്ക് സമയമില്ല, നമുക്ക് നേരമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറും എക്സ്ക്യൂസ് മാത്രമാണ്. അതായത് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, നമ്മളതിനുള്ള എഫേർട്ട് എടുക്കണം എന്ന് മാത്രം. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു ഈവനിങ് എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ പോണത്, രാത്രിയൊക്കെ പോണത്. കുറേ നാളായി നമ്മൾ ചെയ്തിട്ട്. എനിക്ക് ഇനി ഒരു ചെറിയ പണികളുണ്ട്. ഞാൻ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബീച്ച് മാധവനിൽ അങ്ങേരായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറൂസ് രാവിലെ ഉറക്കത്തിൽ എണീറ്റിട്ട്, ഇപ്പോൾ അതായത് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് എഴുതാൻ അവർക്ക് സമ്മതിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്ക് പോയപ്പോൾ കണ്ണ് ശ്രദ്ധിച്ചപ്പോൾ കണ്ണ് വിളറിയിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം
പാറുവിനെ രാത്രി കിടക്കുമ്പോൾ ഞാൻ കണ്ണീതി കൊടുക്കും. അതായത് അവൾ ഉറങ്ങാണ്, നല്ല ഉറക്കമാണ്. ഞാൻ കണ്ണ് രണ്ടിങ്ങനെ പുലർത്തി കട്ടിക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം അതുമ്പോൾ കൺവെൻഷൻ ചെയ്തോളും. അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് വയ്ക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും